ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ എന്നാല്. റെഡി അല്ലേ എല്ലാവരും? Yes. സോ ഗുഡ് ഈവനിങ്. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എവിടെ ബാക്കിയുള്ളവരുടെ റെസ്പോൺസ്? Good evening, sir. Hi. ഗുഡ് ഈവനിങ്. യെസ്, എവിടെ Good evening, ബാക്കിയുള്ളവർ? sir. ഗുഡ് ഈവനിങ്. ബാക്കിയുള്ളവരുടെ കമൻസ് എവിടെ? പെട്ടെന്ന് എവിടെ എല്ലാവരും കയറിയില്ലേ? ഓക്കെ, യെസ്. ക്യാമറ ഇത്ര പേരുടെ ആണോ ഉള്ളത്? ഇനി ആരെങ്കിലും ഉണ്ടോ? യെസ്. ബാക്കിയുള്ളവരോട് ഇവിടെ പെട്ടെന്ന് ഓൺ ചെയ്തേ. നമുക്ക് നാല് ഫാസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, പുതിയ ഫേസസ് ഒക്കെ വരുന്നുണ്ടല്ലോ. യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എവിടെ ബാക്കിയുള്ളവരോടും എല്ലാവരും പെട്ടെന്ന് ഓൺ ചെയ്യും. നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ടായിരിക്കണം സെഷൻസ് വൈൻഡപ്പ് ചെയ്യേണ്ടത്. ഓൺ ആവില്ല നിങ്ങൾ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഇന്നലത്തെ സെഷൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവരും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? യാ, ഗുഡ് Yes. ഈവനിങ്. ഓക്കെ, എല്ലാവരും സബ്മിറ്റ് ചെയ്തോ? അൻസാർ ഭായ്, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഞാനിപ്പോ എത്തിയുള്ളൂ. ഞാനൊരു ഓക്കെ, യാത്രയിലായിരുന്നു. യാ, ഞാൻ നോ പ്രോബ്ലം. രാത്രി ഇട്ടേക്കാം. ഓക്കെ, ഷുവർ, നോ പ്രോബ്ലം. ഓക്കെ, ബാക്കിയുള്ളവർ എല്ലാവരും സബ്മിറ്റ് ചെയ്തോ? ഇനി ആരെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഉണ്ട്, ഒന്നും വെള്ളത്തില്ല. കുറച്ച് എങ്ങനെ? ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോ ആ, ഡൗട്ട് ഹലോ, ഉണ്ടോ? ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ ഓക്കെ, ലാസ്റ്റ് ഭാഗം കേൾക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, 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 ഓക്കെ. ക്ലിയർ ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇന്നലെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഭാഗമായിട്ട്? എനിവൺ, ആർക്കെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടില്ല? ആ യെസ്, ആരെങ്കിലും? വീഡിയോയുടെ എന്ന ഒരു ഡൗട്ട് പറഞ്ഞ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, യെസ്, ഞാനത് ക്ലിയർ ചെയ്യും. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് എന്താ ഡൗട്ട് ഉള്ളത്? ഓക്കെ, ഷുവർ. ഓക്കെ, യാ, ഇന്നത്തെ സെഷൻസ് കഴിയുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഭാഗമായിട്ട് ബന്ധപ്പെട്ട്? അടുത്ത ടോപ്പിക്കിലേക്ക് പോകട്ടെ. ക്ലിയർ ആണോ ബേസിക്സ് എല്ലാവർക്കും? എല്ലാവരും ജസ്റ്റ് ബേസിക് കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയോ? Yes, sir. ഓക്കെ, എല്ലാവർക്കും വിസിബിൾ ആണല്ലോ? ഓക്കെ, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, 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 അങ്ങനെ. ഓക്കെ, എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? സോ റെസ്റ്റ് അടിക്ക്. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ലീവ് ചെയ്തിട്ട് റെക്കോർഡ് കേട്ടാലും മതി. സ്ട്രെയിൻ ചെയ്തിട്ട് ക്ലാസ് കേൾക്കണ്ട. കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഐ തിങ്ക് നമ്മളൊരു കമ്മ്യൂണിറ്റി മെമ്പർ ആക്സിഡൻ്റ് ആയെന്നാണ് കമൻറ്റ് കണ്ടിട്ടുള്ളത്. സലാം, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഓ, സീന്. ഓക്കെ, എല്ലാം പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് കേട്ടാൽ മാത്രം മതി, കുഴപ്പമില്ല. ഓക്കെ, ബെഡ് റെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ എന്താക്കിയാൽ മതി, ഫ്രീ ആയിട്ട് എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് എന്താക്കിയാൽ മതി, റെക്കോർഡ് ഫോളോ ചെയ്താൽ മതി. സോ ആ ടൈമിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, സോ സ്ട്രെയിൻ ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട, അതായിരിക്കും ബെറ്റർ. സോ ലീവ് എടുത്തിട്ട് ലൈക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ നമുക്ക് ലീവ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. റെസ്റ്റ് എടുത്തിട്ട് ഓക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടീം മെമ്പേഴ്സ് മെൻറ്റേഴ്സിനോട് എന്താക്കിയാൽ മതി, കണക്ട് ചെയ്താൽ മതി. അവരെന്താക്കും, നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരും. സോ എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് ബാക്ക് വരാനുള്ള ഇത് നൽകട്ടെ. സോ യെസ്, ഐ മീൻ എന്തായാലും പെട്ടെന്ന് തന്നെ റെഡി ആവും. സോ എന്തായാലും ബാക്ക് ടു പവറിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇന്ന് എന്തായാലും ക്ലാസ് കേൾക്കണ്ട, ഒന്ന് റെഡി ആയിട്ട് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. സോ എന്തായാലും റെസ്റ്റ് അടിക്ക്. സോ വേറെ ആർക്കും അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കട്ടെ. നമുക്ക് എന്തായാലും എന്താക്കാം, സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, യെസ്, ക്ലാസ് കയറാം. ഓക്കെ, ഓക്കെ ആണെങ്കിൽ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ കേൾക്കണ്ട കേട്ടോ. ഓക്കെ, റെക്കോർഡ്സ് ഉണ്ടാവും. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീനിലേക്ക് വരാം. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ? Yes. വിസിബിൾ ആണ്, യെസ്. ഓക്കെ, ഞാൻ ChatGPT ഇന്ന് ഇതാ ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പം എനിക്ക് ഇതേ ഒരു ഇൻ്റർഫേസ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഈ ഒരു പോപ്പപ്പ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഈ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന്?
കണ്ടിട്ടുണ്ടായിരുന്നോ? നോ, ഇല്ല വന്നിട്ടില്ല. ഇല്ല. ഓക്കെ. ഞാൻ ChatGPT ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ഇന്റർഫേസ് അല്ലെങ്കിൽ ഈ ഒരു പോപ്പപ്പ് വന്നിട്ടാണ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഞാനിത് വന്നപ്പോൾ ഞാൻ എന്താക്കി അത് ഒഴിവാക്കാതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചായിരുന്നു ആ വിൻഡോ ഓഫ് ചെയ്യാതെ. സോ ഈ ഒരു വിൻഡോയിൽ എന്താ പറയുന്നുള്ളത്? മോർ ഡീപ് റിസർച്ച് അൺലോക്ക്ഡ്. സോ പ്ലസ് യൂസേഴ്സ് നൗ ഗെറ്റ് ആക്സസ് ടു മോർ ഡീപ് റിസർച്ച് ഇൻക്ലൂഡിംഗ് ദ ന്യൂ ലൈറ്റ് വെയിറ്റ് വേർഷൻ. സോ മേ ബി ലേറ്റർ ട്രൈ നൗ. പുതിയ വേർഷൻ എന്താക്കിയിട്ടുണ്ട്? ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഡീപ് റിസർച്ചിന്റെ പുതിയൊരു അടുത്ത വേർഷൻ കൂടി എന്താക്കിയിട്ടുണ്ട്? അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇന്നലെ പറഞ്ഞതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്താക്കി? ഇന്ന് തന്നെ വന്നു. ഇന്നലെ പറഞ്ഞ കാര്യമാണോ ഇന്നേക്ക് വന്നിട്ടുള്ളത്? അല്ല, ഇന്നും എന്താക്കി? അടുത്ത അപ്ഡേറ്റ് ആയിട്ടാണ് ChatGPT എത്തിയിട്ടുള്ളത്. സോ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എന്താക്കിയുള്ളത്? ChatGPT ഇന്നും വന്നിട്ടുള്ളത്. ഡെയിലി എന്തായിക്കൊണ്ടിരിക്കുകയാണ്? പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങളായിട്ട് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ChatGPT എന്താക്കിക്കൊണ്ടിരിക്കുകയാണ്? വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ഞാൻ ട്രൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താക്കാം? ഡീപ് റിസർച്ചിൻ്റെ പുതിയ മോഡൽസ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് യെസ്, O3 ആൻഡ് 4O mini ടു ഷെഡ്യൂളിംഗ് ദ ടാസ്ക്. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു 4O വിത്ത് ഷെഡ്യൂളിംഗ് ടാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ. അത് ഇന്ന് എന്തല്ല കാണാനുള്ള, അത് ഇന്ന് കാണാൻ പറ്റുന്നില്ല. സോ ആ ഓപ്ഷനും ചേഞ്ച് ആയിട്ട് അത് O4 mini ഹൈയിലേക്ക് എന്താക്കിയിട്ടുണ്ട്? അവർ കൊണ്ടുവന്നിട്ടുണ്ട്. O3 ആൻഡ് O4 mini ഷെഡ്യൂളിംഗ് ടാസ്ക്സ്. സോ ഇനി O3യിലും അതേപോലെ തന്നെ O4 മിനി ആൻഡ് ഹൈ ഇതിലേക്ക് എന്താക്കിയിട്ടുണ്ട്? അവർ ഈ ഷെഡ്യൂളിംഗ് ടാസ്കിൻ്റെ ഓപ്ഷൻസ് അവരെന്താക്കിയിട്ടുണ്ട്? കൊണ്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഓരോ ദിവസം വരുന്നതനുസരിച്ച് എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ചേഞ്ചസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇന്നലെ കാണിച്ചിരുന്ന ഫേസോ അല്ലെങ്കിൽ ഇന്റർഫേസോ കാര്യങ്ങളാണോ ഇന്നേക്ക് വരുമ്പോൾ ഉള്ളത്? അല്ല, ഇതെന്താക്കിയിട്ടുണ്ട്? അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. സോ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ 10 ഡേയ്സിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ChatGPT എന്താക്കിയിട്ടുണ്ടാവും? അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെയിലി ഇതിനെ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളും കൊണ്ടെടുക്കണം. ChatGPTയുടെ അല്ലെ OpenAIയുടെ ബാക്കിൽ അപ്ഡേറ്റ് ആക്കി കൊണ്ടെടുക്കുന്ന ടൈമിന് നമ്മളും എന്താക്കണം? ഇതിനെ ഗ്രാബ് ചെയ്ത് അപ്ഡേറ്റ് ആക്കിയിട്ട് കൊണ്ട് നടക്കണം. ഓക്കെ, സോ ഇവിടെ കുറച്ച് ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊക്കെ എന്താക്കി? ചേഞ്ച് വന്നു. 4O മുകളിലേക്ക് പോയിട്ടുണ്ട്, 4.5 വന്നു. ആൻഡ് O3 O4 മിനി ആൻഡ് അതേപോലെ തന്നെ O4 മിനി ഹൈ ഈ ഓപ്ഷൻസ് ഒക്കെ എന്താക്കിയിട്ടുണ്ട്? അവർ ചേഞ്ച് ചെയ്ത് വരുത്തിയിട്ടുണ്ട്. സോ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്താക്കാം? ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇതിൻ്റെ ന്യൂസ് എന്താക്കാം? നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എല്ലാവരും അക്കൗണ്ട് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തോ? ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്. ഓക്കെ. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 1 മിനിറ്റ്. ഓക്കെ, ഷുവർ. ഇല്ല, എന്നാൽ നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ഇതാക്കിയാൽ മതി, സ്ട്രെയിൻ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, സോ ഞാൻ അതിൻ്റെ ഒരു ആർട്ടിക്കിൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ബുക്ക് ഞാൻ എന്താക്കിയിട്ടുണ്ട്, വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താക്കുക? ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സോ അത് ചെക്കൗട്ട് ചെയ്തിട്ട് എന്താക്കുക? ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ എന്താക്കിയാൽ മതി? ഗ്രൂപ്പിൽ ജസ്റ്റ് ആസ്ക് ചെയ്താൽ മതി. നമുക്ക് അവിടുന്ന് ബാക്കി എന്താക്കുക? നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ ഷുവർ. സോ ഞാൻ എന്താക്കുക? ChatGPTയിൽ ബാക്ക് ടു വരികയാണ്. നമ്മൾ എന്താക്കി? ഇന്നലെ ഇതിൻ്റെ ബേസിക് റിസർച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ടായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ബേസിക്സ് കാര്യങ്ങളിലൊക്കെ എന്താണ്? ക്ലിയർ അല്ലേ എല്ലാവർക്കും? എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇനി? നോ. നോ, ഓക്കെ, ക്ലിയർ ആണ്. സോ നമുക്ക് എന്താക്കാം? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോട്ടെ. യെസ്, ക്ലിയർ ആണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. അങ്ങനെയാണെങ്കിൽ യെസ്. പെട്ടെന്ന് തന്നെ യെസ് എന്ന് മതി. വേഗം എല്ലാവരും. എന്താ ഇന്നൊരു പവർ കുറവുണ്ട് തോന്നുന്നുണ്ടല്ലോ, കമൻസ് കുറവാണല്ലോ. യെസ്, കണ്ടിന്യൂ ചെയ്യാം. യെസ്, ബാക്ക് വരുന്നുണ്ട്. യെസ്, ഇന്ന് ഫ്രൈഡേ ആയിട്ടുള്ളതിൻ്റെ കുറവാണോ? ഓക്കെ, പ്രോസസ്. നൈസ്. യെസ്, കവർ ആ ഒരു പവർ ഞാൻ ഫസ്റ്റ് കുറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഡൗൺ ആയി എന്നുള്ളത്. എനിക്ക് വന്നപ്പോൾ ഒരു ഡൗൺ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. യെസ്, ഓക്കെ. സോ ഞാനിപ്പം ഒരു സെഷൻ കഴിഞ്ഞ് ഇപ്പം ട്രാവൽ ചെയ്ത് ഇപ്പം നാട്ടിലെത്തിയിട്ടേ ഉള്ളൂ. കുറ്റ്യാടിയായിരുന്നു. അവിടെ അറൗണ്ട് ഒരു ഉച്ചക്ക് 1 മണിക്ക് ഇവിടുന്ന് പോയതാണ്. ആൻഡ് അറൗണ്ട് ഒരു അവിടെ ഐ തിങ്ക് ഒരു 1.5 2 ഹവറിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്ക് ടു ട്രാവൽ ചെയ്ത് ഇപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 1 2 ചെറിയ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു.
അതൊക്കെ കഴിഞ്ഞ് ആ 2 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ അത്രയും ടൈം സ്ട്രെയിൻ എടുത്ത് ഒരു അറൗണ്ട് 250+ ആൾക്കാരുണ്ടായിരുന്ന സെഷനായിരുന്നു. സോ ആ സെഷൻ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ സെഷൻസ് എടുക്കേണ്ടത്. അപ്പോൾ സൗണ്ടിലോ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അത്രയും ടൈം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അടുത്ത സെഷനിലേക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇതെന്തായാലും കൂടുതൽ ടൈമിലേക്ക് ഞാൻ ഡിലേ ആക്കൂല, പെട്ടെന്ന് തന്നെ നമ്മൾ ടോപ്പിക്കിലേക്ക് കവർ ചെയ്ത് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അടുത്ത ടോപ്പിക്. യെസ്, നമ്മളെല്ലാവരും ChatGPT യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻസ് കൊടുക്കാറുള്ളത്? എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻസ് കൊടുക്കാറുള്ളത് ChatGPTയോട്? ലൈക്ക് എനിക്കൊരു അസൈൻമെൻറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു അസൈൻമെൻറ്റ് എഴുതി തരാൻ വേണ്ടിയിട്ട് ChatGPTയോട് പറയാറുള്ളത്? എല്ലാവരും നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോംപ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് കമൻറ്റിലിടോ. നിങ്ങൾ എങ്ങനെയായിരിക്കും ChatGPTയിൽ ഒരു പ്രോംപ്റ്റ് എടുക്കാറുള്ളത്? ഫസ്റ്റ് യു ക്യാൻ ആക്ട് ആസ് എ ടീച്ചർ. ഓക്കെ, എങ്ങനെയാണ് പ്രിപ്പയർ ആൻ അസൈൻമെൻറ്റ് ഓൺ ദ ടോപ്പിക്. സോ ആ ടോപ്പിക് കൊടുത്തിട്ട് റൈറ്റ് ഇൻ ദി ലൈക്ക് ഇത്ര ലൈൻസ് അല്ലേ ഇന്ന രീതിയിൽ ഇന്നൊക്കെ എന്താക്കും ചോദിക്കും. ഇൻട്രൊഡക്ഷൻ ചോദിക്കും. യെസ്, വേറെ എന്തൊക്കെ രീതിയിലാണ് ചോദിക്കാറുള്ളത്? റൈറ്റ് മീ ആൻ അസൈൻമെൻറ്റ് ഓൺ ദ ടോപ്പിക്. യെസ്, ആ രീതിയിൽ ചോദിക്കുന്നവരുണ്ട്. വേറെന്താണ്? ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് ചോദിക്കാറുള്ളത്? കോണ്ടന്റ് ചോദിക്കും. യെസ്, ടോപ്പിക് അടിക്കും. ആ രീതിയിലൊക്കെ ആയിരിക്കും എന്താക്കുന്നുണ്ടാവുക, ഓൾമോസ്റ്റ് എല്ലാവരും സെർച്ച് ചെയ്യുന്നുണ്ടാവുക. അങ്ങനല്ലേ? നമ്മൾ ChatGPT യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് പിക്ചർ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ ചോദിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ChatGPT യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താ? നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം? ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള റെസ്പോൺസ് ChatGPT തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നോട്ട് ആക്യുറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കോണ്ടന്റേ തരുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ തരുന്നുണ്ടാവില്ല. ചിലപ്പോൾ പോയിന്റ് വൈസ് ആയിട്ട് ചെറുതാക്കിയിട്ടായിരിക്കും തരുന്നുണ്ടാവുക, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ട് എന്നെ മനസ്സിലാക്കിയിട്ട് എന്താക്കുന്നില്ല ChatGPT എനിക്ക് റെസ്പോൺസ് തരുന്നില്ല. ഈ പ്രോബ്ലം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, അല്ലേ? കറക്റ്റ് ആണോ? ഷോർട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് എന്താക്കാറുണ്ട്, നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. എനിക്ക് വിചാരിച്ച് റെസ്പോൺസ് കിട്ടുന്നുണ്ടാവില്ല. ഇപ്പം റിസർച്ചിനൊക്കെ ആണെങ്കിൽ 1000 വേർഡ്സിൽ വേണം, ആ 1000 വേർഡ്സ് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് രീതിയിലാണ് തരുന്നുള്ളത്, ആക്യുറേറ്റ് ആയിരിക്കില്ല, കറക്റ്റ് ഒരു ഫോർമാറ്റ് സ്ട്രക്ചറിൽ എനിക്ക് എന്താക്കുന്നില്ല തരുന്നില്ല, ടാബിളിൽ തരുന്നില്ല, അത് അതിൻ്റെ തോന്നി അനുസരിച്ചാണ് എന്താക്കുന്നുള്ളത് തരുന്നുള്ളത്. ഈ രീതിയിലായിരിക്കും ഒരുപക്ഷെ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവുക. ChatGPTക്ക് നമ്മളെക്കുറിച്ചിട്ട് അറിയോ? ഇല്ലാലോ. ഒരിക്കലും ChatGPTക്ക് എന്താക്കില്ല, നമ്മളെക്കുറിച്ചിട്ട് അറിയില്ല. പക്ഷെ നമുക്ക് എന്താക്കാം, ChatGPTക്ക് നമ്മളെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ChatGPTക്ക് ഒരു പക്ഷേ എന്നെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ എന്താണ് ChatGPTക്ക് എന്നെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടാവുമോ? ഇല്ല. ഞാൻ കൊടുക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് എന്താക്കുകയാണ്, ChatGPT എന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് മനസ്സിലാക്കി ഇന്ന് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് എന്ത് തരുന്നുണ്ട്, ChatGPT തരുന്നുണ്ട്. ഇന്ന് എൻ്റെ ലാംഗ്വേജും എൻ്റെ കൾച്ചറും ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം ആർക്കറിയാം, ChatGPTക്ക് അറിയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മൾ ChatGPT യൂസ് ചെയ്യുമ്പോൾ എന്താക്കണം, കറക്റ്റായിട്ട് പ്രോംപ്റ്റുകൾ കൊടുത്താൽ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങൾക്കാണ് എന്ത് പറയുക, പ്രോംപ്റ്റിംഗ് എന്ന് പറയാനുള്ളത്. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുള്ളൂ. സോ അതിനാണ് നമ്മൾ പ്രോംപ്റ്റിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞു. സോ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്ന ടൈമിനും കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം. സോ ഒരുപക്ഷെ നമ്മളിപ്പം കൊടുക്കുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കാം, പക്ഷേ അതിലേക്ക് കുറച്ചുകൂടിയും സൂപ്പർ പവേഴ്സ് എന്താക്കുകയാണ്, ആഡ് ചെയ്യാൻ. സൂപ്പർ പവറും ട്രിക്സ് ആൻഡ് ടിപ്സ് കാര്യങ്ങൾ എന്താക്കുകയാണ്, നമ്മൾ ആഡ് ചെയ്യാൻ. ഈ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ChatGPTയുടെ അടുത്ത് നിന്ന് എന്താക്കാൻ വേണ്ടി പറ്റും, എടുക്കാൻ വേണ്ടി പറ്റും. സോ അതെങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? റെഡി അല്ലേ? പ്രോംപ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ഇന്ന് പഠിച്ചാലോ? റെഡി അല്ലേ? യെസ്, ഓക്കെ. സോ ChatGPTക്ക് ഒരിക്കലും നമ്മളെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമിന് നമ്മൾ ഫസ്റ്റ് തന്നെ ചോദിക്കുക എങ്ങനെ, പ്രിപ്പയർ ആൻ അസൈൻമെൻറ്റ് ഓൺ ദ ടോപ്പിക് എന്നുള്ള രീതിയിൽ എന്താക്കും, നമ്മളൊരു ടോപ്പിക് അടിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അസൈൻമെൻറ്റ് എഴുതി തരാൻ വേണ്ടിയിട്ട് എന്താക്കും, ChatGPTയോട് പറയും. ഈ രീതിയിലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും എന്താക്കുക, ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ടാവുക. ലൈക്ക് ഞാൻ പറയുകയാണ്, എനിക്കൊരു അസൈൻമെൻറ്റ് തരണം ഇന്ന ടോപ്പിക്കിലേക്ക്, എന്താ പറയുക, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ഹിസ്റ്ററി മാർക്കറ്റിങ്ങിനെ കുറിച്ചാണെന്ന് വിചാരിക്കാം. ഞാൻ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു അസൈൻമെൻറ്റ് തീരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വേൾഡിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് എന്തൊക്കെയോ ഇന്റർനെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഞാൻ കൊടുക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് വേൾഡിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടോ അതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണല്ലോ, അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഡാറ്റ എടുത്തിട്ട് എന്താക്കി തരും, എനിക്ക് ChatGPT എടുത്തിട്ട് തരും. ഞാൻ അസൈൻമെന്റ് തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആരോ എന്തൊക്കെയോ ചെയ്തതിൻ്റെ ഒരു ഡാറ്റ എടുത്തിട്ട് ChatGPT എന്താക്കും, എനിക്ക് റിസൾട്ടായിട്ട് തരും. എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഉണ്ടാക്കി, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എന്താക്കിയിട്ടുണ്ട്, ChatGPT തന്നിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് വേണ്ട രീതിയിലോ, അല്ലെങ്കിൽ എൻ്റെ നീഡ് മനസ്സിലാക്കിയിട്ടോ, അല്ലെങ്കിൽ എനിക്ക് ടീച്ചർ പറഞ്ഞ പോലെ ആയിരിക്കില്ല എന്താക്കിയിട്ടുണ്ടാവുക, ChatGPT അവിടെ തന്നിട്ടുണ്ടാവുക.
ബിക്കോസ് ചാറ്റ് ജി പിയോട് നമ്മൾ പറഞ്ഞത് എന്താണ്, എനിക്കൊരു അസൈൻമെന്റ് വേണം, എൻ്റെ ടോപ്പിക് ഇതാണ്, അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ചാറ്റ് ജി പി ടി അത് മാത്രമേ ചെയ്യുള്ളൂ, നിങ്ങളോട് ചാറ്റ് ജി പിയോട് അത് മാത്രമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ എന്താക്കുകയാണ്, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് തരും. സോ അതിനാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയാം. നമ്മൾ അതിലേക്കാണ് കടക്കാൻ പോകുന്നുള്ളത്. സോ പ്രോംപ്റ്റ് കൊടുക്കുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് എന്താക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീനിലേക്ക് വരാം. ഞാൻ ഗ്രൂപ്പിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ? യെസ്. ഓക്കെ, എന്താ കണ്ടിട്ടുള്ളത്? എന്താണ്? സോറിയും അല്ല, വായിക്കേ. പ്ലീസ് വേണ്ടത് താങ്ക് യുന്റെ ആണോ? എങ്ങനെ? പ്ലീസ് താങ്ക് യു ആ എന്നീ യെസ്. വാക്കുകൾ ഇത്രയല്ലേ? യെസ്. എന്താ ഉള്ളത്? പ്ലീസ് OpenAI നഷ്ടം. യെസ്, ഞാൻ ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. സോ അതിൻ്റെ ഒരു പൊരുൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിനോട് അർത്ഥമാക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തുതരാം, പറഞ്ഞുതരാം. യെസ്, പ്ലീസ് താങ്ക് യു എന്നീ വാക്കുകൾക്ക് ഇത്ര വിലയോ, ഓപ്പൺ എഐക്ക് നഷ്ടം കോടികളെന്ന് CEO. ഓക്കെ, നമ്മൾ ഓരോ ടോക്കൺസ് അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ജി പി ടിയിൽ ഓരോ വേർഡ്സ് ആയിട്ടായിരിക്കില്ല നമ്മൾ എന്താക്കുക, ചോദിക്കുന്നുണ്ടാവുക. അതായത് പ്രിപ്പയർ ആൻ അസൈൻമെന്റ് ഓൺ ദ ടോപ്പിക് എന്നുള്ള രീതിയിൽ എന്താക്കുക, നമ്മൾ ഓരോ ടോക്കൺസ് ആയിട്ടായിരിക്കും എന്താക്കുക, ചാറ്റ് ജി പി ടിയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. നമ്മൾ ഓരോ ചോദിക്കുന്ന ചോദ്യങ്ങളുള്ള ഓരോ വേർഡ്സും എന്താണ്, ഓരോ ടോക്കൺസ് ആയിട്ടാണ് എന്താക്കുക, ചാറ്റ് ജി പി ടിയിൽ അതിനെ കണക്കാക്കുന്നുണ്ടാവുക. ഞാൻ ഓരോ ടോപ്പിക് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഓരോ വേർഡ്സും എന്താണ്, ഓരോ ടോക്കൺസ് ആണ്. എനിക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമിന് എന്താണ്, അത്രയും ടോക്കൺസ് ആണ് എന്താണ് അവിടെ യൂസ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളത്. സോ നമ്മൾ API ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് എത്രത്തോളം എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഒരു ടോക്കൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ എത്രയും എമൗണ്ട് എന്താക്കുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. $0.1 ഒക്കെയാണ് ഒരു മെസ്സേജ് പോകാൻ വേണ്ടിയിട്ട് എന്താക്കുക, അവർ യൂസ് ചെയ്യുന്നുള്ളത്. സോ ആ ടോക്കൺസിന് ഞാൻ അതിൻ്റെ ജസ്റ്റ് മിനിറ്റ്, ചാറ്റ് ജി പി ടി API പ്രൈസിങ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബാക്ക് ടു സ്ക്രീനിലേക്ക്. ഓക്കെ ഓക്കെ API എന്നാൽ എന്താ പറഞ്ഞാൽ, ലൈക്ക് നമുക്ക് എന്താക്കുക, ചാറ്റ് ജി പി ടിനെ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് API എന്നുള്ളത്. അതായത് ചാറ്റ് ജി പി ടിയുടെ അതേ പവർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കുക, അടുത്തൊരു പ്രൊഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ അടുത്തൊരു പ്രൊഡക്റ്റ് എന്താക്കുക, ചാറ്റ് ജി പി ടി പോലത്തെ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കുക, എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഡെവലപ്പേഴ്സാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ആയിട്ട് O3 മോഡൽസ് നമുക്ക് വന്നാൽ കാണാം. ഇവിടെ ഒരു ഇൻപുട്ട് അറൗണ്ട് 1 മില്യൺ ടോക്കൺസിന് അറൗണ്ട് $10 വരുന്നുള്ളത്. സോ ക്യാച്ചിങ് പോയിന്റ് ഓരോ ടോക്കൺസിനനുസരിച്ച് എന്താക്കും, ഇവിടെ എമൗണ്ടുകൾ മാറ്റം വരുന്നുണ്ടോ. സോ ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ ടേംസിലേക്ക് പോകുന്നില്ല. അതായത് ഞാൻ ഓരോ മെസ്സേജ് കൊടുക്കുന്നതിനനുസരിച്ചും എനിക്ക് എന്താക്കും, അത്രയും എമൗണ്ട് എന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതേപോലെ തന്നെ ചാറ്റ് ജി പി ടി എനിക്ക് റെസ്പോണ്ട് തരുന്ന ടൈമിനും ആ റെസ്പോണ്ട് എത്ര വേർഡ്സ് ഉണ്ടോ ആ വേർഡ്സിനനുസരിച്ചും ചാറ്റ് ജി പി ടിക്ക് എന്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എമൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് അവിടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ താങ്ക് യു മെസ്സേജ് കൊടുക്കുന്ന ടൈമിനും ഒരുപാട് പേര് താങ്ക് യു കൊടുക്കുമ്പോൾ അതിനൊക്കെ അനുസരിച്ച് എന്താക്കണം, അത് റെസ്പോണ്ട് ചെയ്യണം. വെറുതെ വാല്യൂ ഇല്ലാതെ റെസ്പോൺസ് ആയിരിക്കും. അത് വരുന്നതിനനുസരിച്ച് എന്താക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും എമൗണ്ട് സ്പെൻഡ് ആവുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് എന്താക്കിയിട്ടുണ്ടായിരുന്നത്, ആ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. സോ വലിയ ഇമ്പോർട്ടൻ്റ് എന്നല്ല, ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഷെയർ ചെയ്തതെന്ന് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഞാൻ എന്തായാലും നേരെ പ്രോംപ്റ്റിംഗ്, ഇത് നമ്മൾ പ്രോംപ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അല്ലെ പ്രോംപ്റ്റിങ്ങിൻ്റെ ബേസിക് മുതലുള്ള ആരോ ഒരാൾ മൈക്ക് ഓപ്പൺ ആണല്ലോ. ഓക്കെ ഓക്കെ യെസ്. സോ പ്രോംപ്റ്റിംഗ് ആണ് നമ്മൾ എന്താക്കാൻ പോകുന്നുള്ളത്, ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. സോ എന്താണ് പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കാൻ പോവാണ്, ചാറ്റ് ജി പി ടിയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, പ്രോംപ്റ്റിംഗ് എന്ന് പറയാൻ പോകുന്നുള്ളത്. സോ ഓരോ പ്രോംപ്റ്റ് കൊടുക്കുന്ന ടൈമിന് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. സോ ഈ ഒരു 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ചാറ്റ് ജി പി ടി നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കുക, നമ്മൾ
പ്രോംപ്റ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ബെറ്റർ പ്രോംപ്റ്റുകൾ കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് ഏറ്റവും ബെറ്റർ ആവുകയും ഏറ്റവും ബെറ്റർ റിസൾട്ട് എന്താക്കാൻ വേണ്ടി പറ്റും, ചാറ്റ് GPTന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സോ എന്താണ് ഈ 6 കാര്യങ്ങൾ? 1 റോൾ അസൈൻ ചെയ്ത് കൊടുക്കുക, 2 ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക്, 3 കോണ്ടെക്സ്റ്റ്, 4 ഗൈഡ് കൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസ് ആൻഡ് 5 ഔട്ട്പുട്ട് ഫോർമാറ്റ്, 6 എക്സാമ്പിൾസ്. ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ചാറ്റ് GPT നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, എടുക്കാൻ വേണ്ടി പറ്റും. സോ എന്താണ് ഈ 6 കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പോവാം. റെഡി അല്ലേ? ഞാൻ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് എന്താക്കാം, ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ട് വിത്ത് റോൾ അസൈൻ. ചാറ്റ് GPT എന്താണ് ഇന്നലെ മുതൽ നമ്മളത് എന്താണ്, ഒരു അസിസ്റ്റന്റ് ആയിട്ട് ചാറ്റ് GPT നമ്മൾ എന്താക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. നമ്മൾ എന്ത് വർക്ക് ഉണ്ടെങ്കിലും അല്ല എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇന്ന് മുതൽ നമ്മൾ എന്താക്കാണ്, ചാറ്റ് GPT ഒരു അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ AI സിസ്റ്റത്തെ നമ്മൾ അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവെക്കാൻ പോവാണ്. സോ ചാറ്റ് GPT നമുക്ക് എന്താക്കാം, ഒരു റോള് അസൈൻ ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഈ ഒരു 6 കാര്യങ്ങൾ പറയുന്നതിന്റെ മുന്നായിട്ട് ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ചാറ്റ് GPTയുടെ കയ്യിൽ ഇന്ന് വേൾഡിലെ എല്ലാ ഡാറ്റാസും അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആണെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എല്ലാ ഡാറ്റാസും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏറ്റവും പുലിയാണ് ആര്, ഞാൻ. മാർക്കറ്റിങ്ങിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും അല്ല എല്ലാ കാര്യങ്ങളും എന്തുണ്ട്, എൻ്റെ അടുത്തുണ്ട്. എന്നോട് വന്നിട്ട് ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, എനിക്കിതൊന്ന് മാർക്കറ്റിംഗ് ചെയ്യണം, എനിക്ക് ഓഡിയൻസിനെ കിട്ടണം, ഞാൻ ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് ചോദിച്ചിട്ട് എന്നോട് എന്താക്കി ഒരാൾ ചോദിച്ചു. എൻ്റെ അടുത്തൊരു പെർഫ്യൂം ഉണ്ട്, അതിന് എനിക്ക് എന്താക്കണം, മാർക്കറ്റ് ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്താലാണ് എനിക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റ് ചെയ്തു. ഞാൻ അയാളോട് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? ഞാൻ പറയും, സോ ഇൻസ്റ്റഗ്രാം ഇപ്പം ഓഡിയൻസ് നല്ല രീതിയിലുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സോ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ആഡ് റൺ ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പരസ്യം ചെയ്തിട്ട് എന്താക്കാം, റെസ്പോൺസ് എടുക്കാം, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ അവർ ചോദ്യം ഫസ്റ്റിലത്തെ ആൾ ചോദിച്ചതിനുള്ള ഉത്തരം എൻ്റെ ആ റെസ്പോൺസിലുണ്ടോ? ക്ലിയർ ആണോ? അവർ ചോദ്യത്തിനുള്ള റെസ്പോണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടോ? Yes. യെസ്, കൊടുത്തിട്ടുണ്ട്. യെസ്. പിന്നെ അടുത്ത വന്നിട്ട് ഒരാളോട് എന്നോട് ചോദിക്കുകയാണ്, പേഴ്സൺ 2 ആണ്. പേഴ്സൺ 2 വന്നിട്ട് എന്നോട് പറയാണ്, ഞങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രീമിയം പെർഫ്യൂം ആണ്. സോ ഇത് ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഞങ്ങളുടെ സ്റ്റോറിൽ മാത്രമാണ് ഇതിന് അവൈലബിൾ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് 5000 ആണ് ഒരു ബോട്ടിലിന് വരുന്നുള്ളത്. സോ അറൗണ്ട് ഒരു 48 അവേഴ്സോളം ലോങ് ലാസ്റ്റ് നിൽക്കുന്നുണ്ടാവും. അത്രയും ഹൈ ക്വാളിറ്റി ആണ്. ആൻഡ് ഇത് ലിമിറ്റഡ് പീസസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൈസിങ് ഇത്രയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. ഞങ്ങളിത് പ്രീമിയം കസ്റ്റമേഴ്സിനാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നുള്ളത്. ഇതിൻ്റെ സ്മെല്ല് ഇതാണ്. സോ ഒരു കോർപ്പറേറ്റ് സ്മെല്ലാണ് ഇത് വരുന്നുള്ളത്. ആൻഡ് ഞങ്ങൾക്ക് ഇത്ര USP ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്, ഇന്നതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പാക്കേജിങ് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കി, എനിക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താക്കി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ സമയത്ത് ഞാൻ എങ്ങനെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുക, ഓക്കെ നിങ്ങൾ പ്രീമിയം ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഇൻസ്റ്റഗ്രാമിൽ ക്യാമ്പയിൻ ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ അല്ലെ ഫേസ്ബുക്ക് യൂസ് ചെയ്യാം. അതിലൊരു 30 ഇയേഴ്സ് ഏജിന് മുകളിലുള്ള ആൾക്കാരെ ഒരു CEO പൊസിഷൻ അല്ലെങ്കിൽ മാനേജറിയൽ പൊസിഷനിൽ റവന്യൂവിൽ ഇത്ര ആൾക്കാർ അല്ലെ സാലറി ഇത്ര ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് എന്താക്കാം, ടാർഗറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താക്കും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് അത് ഷോപ്പിഫൈ യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് സെയിൽസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താക്കും, അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താക്കും, പറഞ്ഞു കൊടുക്കുമോ? ആസ് എ മാർക്കറ്റിംഗ് യെസ്. എക്സ്പേർട്ട് അവർ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ഞാൻ എന്താക്കും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കൂലേ? അവരുടെ ബഡ്ജറ്റ് അവർ പറഞ്ഞിട്ടുണ്ടാവും, അവർക്ക് അവരുടെ കയ്യിൽ ഒരു 10 lakh rupees ഉള്ള, അവർക്ക് ഇത്ര സെയിൽ വേണം എന്നൊക്കെ എന്താക്കി ഡീറ്റെയിൽ ആയിട്ട് അവരെന്നോട് പറഞ്ഞു. അവർക്ക് 1 മന്തിലേക്ക് ഒരു 10 lakh rupees ആണ് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അവർക്കൊരു 1 മന്തിൽ ഒരു 1000 ബോട്ടിൽസ് ആയിരിക്കണം അവർക്ക് സെല്ല് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എന്താക്കി പറഞ്ഞു തന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? Yes. യെസ്, പറ്റും. ക്ലിയർ ആണല്ലോ? യെസ്. അതേപോലെ തന്നെയാണ് നമ്മൾ എന്താക്കേണ്ടത്, ചാറ്റ് GPT നമ്മൾ കാണേണ്ടത്. ചാറ്റ് GPT ഇന്ന് മുതൽ നമ്മളുടെ ആരാണ്, ഒരു അസിസ്റ്റന്റ് ആയിട്ട് എന്താക്കുക, കൊണ്ടെടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ എല്ലാ വർക്കുകളും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളത് ചാറ്റ് GPT ആണ്. ബിക്കോസ് ഞാൻ അതിനൊരു അസിസ്റ്റന്റ് ആക്കിയിട്ട് എന്താക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതോടുകൂടി തന്നെ ഏറ്റവും ബെറ്റർ റിസൾട്ട് നമുക്ക് ചാറ്റ് GPTന്ന് കിട്ടുന്നുണ്ടാവും. സോ എന്താണ് സ്റ്റെപ്പ് നമ്പർ 1 എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് വിത്ത് റോൾ അസൈൻ ചെയ്ത് കൊടുക്കുക. എന്താണ് റോൾ അസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? അസൈൻ ദ AI a specific role to align its tone, language and approach. Example,
റോൾ ടീച്ചർ, പ്രോഗ്രാമർ, മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പേർട്ട് അനലിസ്റ്റ്. ലൈക്ക് എങ്ങനെ നമുക്ക് റോൾ കൊടുക്കും? ഞാൻ പറഞ്ഞു ചാറ്റ് ജി പി ടി നമ്മളൊരു അസിസ്റ്റൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലേ. സോ ചാറ്റ് ജി പി ടി നമുക്ക് എന്താക്കാം? റോൾ കൊടുക്കാം. ലൈക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ആർ എൻ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്, അല്ലെങ്കിൽ ആക്ട് ആർ എൻ റിസർച്ച് സ്കോളർ, അല്ലെങ്കിൽ ആക്ട് ആർ എൻ പ്രോഗ്രാമർ, അല്ലെങ്കിൽ ആക്ട് ആർ എൻ ടീച്ചർ, ആക്ട് ആർ എൻ സ്റ്റുഡൻറ്റ്, സോറി എന്നുള്ള രീതിയിൽ എന്താക്കാം? നമുക്കൊരു റോള് ചാറ്റ് ജി പി ടി കൊടുക്കാം. ഈ റോള് കൊടുത്തിട്ട് എന്താക്കാം? ഈ റോള് കൊടുത്താൽ മാത്രം പോരാലോ, ആ റോളിന് ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് എന്താക്കാം? കൊടുക്കാം. ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുള്ള രീതിയിൽ എന്താക്കാം? നമുക്ക് ചാറ്റ് ജി പി ടിയോട് പറയാം. ആക്ട് ആർ എൻ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ഇൻ 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ MNC കമ്പനി, അല്ലെങ്കിൽ ഇൻ ആമസോൺ, അല്ലെങ്കിൽ ടോപ്പ് മാർക്കറ്റിംഗ് ഏജൻസി ആണോ ഏജൻസിൻ്റെ പേര് എടുത്തിട്ട്, സോ ഈ ഒരു ഏജൻസിയിൽ 10 വർഷമായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ എന്താക്കുക? ചാറ്റ് ജി പി ടി നമുക്ക് റോള് അസൈൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇനിയിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് സംതിങ് ആണ് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? നിങ്ങളുടെ കറക്റ്റ് റോൾസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ആക്ട് ആർ എൻ എ സ്റ്റുഡൻറ്റ് ആൻഡ് യു ആർ ലേണിംഗ് ഇൻ ലൈക്ക് സ്റ്റഡിങ് ഇൻ ഡിഗ്രി 3rd year ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ എന്താക്കുക? കറക്റ്റായിട്ട് നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് എന്താക്കുക? അത് കൊടുക്കാം. നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ ഒരു എക്സ്പേർട്ട് റിസൾട്ട് പറഞ്ഞിരുന്ന പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? ആക്ട് ആർ എൻ എ ഹിസ്റ്ററി റിസർച്ചിങ് എക്സ്പേർട്ട് ഇൻ 10 years ഓഫ് എക്സ്പീരിയൻസ്. സോ ആ 10 years എക്സ്പീരിയൻസിൽ നിങ്ങളുടെ ലേണിങ്സിലുള്ള കാര്യങ്ങളാണ് എനിക്ക് കിട്ടേണ്ടതുണ്ടെങ്കിൽ എന്താക്കുക? ഒരു റോൾ എന്താക്കണം? ചാറ്റ് ജി പി ടിക്ക് കൊടുക്കാം. ആക്ട് ആർ എൻ അക്കൗണ്ടിങ് എക്സ്പേർട്ട്, മാർക്കറ്റിംഗ് എക്സ്പേർട്ട്, ഡാറ്റ അനലിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ എന്താക്കുക? റിവ്യൂ ലിറ്ററേച്ചർ റിവ്യൂ എക്സ്പെർട്സ് എന്നൊക്കെയുള്ള രീതിയിൽ എന്താക്കുക? നിങ്ങൾക്ക് കറക്റ്റ് റോൾ എന്താക്കുക? പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റിൽ നമ്മൾ എന്താക്കേണ്ടത്? ചെയ്യേണ്ടത്. യു ആർ എൻ സ്പെസിഫിക് റോൾ കൊടുക്കുക. യുവർ ടാസ്ക് ഈസ് ടു, ദെൻ നമ്മൾ എന്താക്കാണ് പോവുക? ഒബ്ജക്റ്റീവിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടാവുക. സോ കറക്റ്റ് ടാസ്ക് എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ എന്താ റോളും എന്നുള്ളത് എന്താക്കണം? നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. യു ആർ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട്, യുവർ ടാസ്ക് ഈസ് ടു ക്രിയേറ്റിംഗ് ആൻഡ് എൻഗേജിങ് ഇൻസ്റ്റഗ്രാം ക്യാപ്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും എന്താക്കേണ്ടത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റോൾ എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? റോളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എനിവൺ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? സോ ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ടാവുക. സോ ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് ബാക്കിയുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ എന്താക്കി? യെസ് എന്ന് കമൻറ്റ് ചെയ്ത്. ഇത് വോയിസ് ആയിട്ട് ചോദിച്ചാലും പോരെ? യെസ് കുഴപ്പമില്ല. പോയിന്റ് ആയിട്ട് ചോദിച്ചാൽ മതി. യെസ് യെസ് വൺ മോർ ടൈമിൽ യെസ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ഓക്കെ, ഏത് ഭാഗത്താണ് ക്ലിയർ ആവാത്തത്? യെസ്, ഞാൻ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഞാൻ ഇന്നത്തോടെ ഞാൻ എന്താക്കാം? ഇന്ന് ഷെയർ ചെയ്യാം. മിസ്റ്റർ മലയിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടായിരുന്നു? വൺസ് മോർ. യെസ്, ഫസ്റ്റ് ടു. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം. സോ നമ്മൾ എന്താക്കും? ചാറ്റ് ജി പി ടിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്ന ടൈമിന് എന്താക്കും? നമ്മൾ ചാറ്റ് ജി പി ടിനെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് മാറ്റി വെക്കാം. എന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്ന ടൈമിന് ആദ്യം എന്താക്കണം? നമുക്ക് ചാറ്റ് ജി പി ടിക്ക് ഒരു റോൾ അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷമായിരിക്കും എന്താക്കേണ്ടത്? നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കേണ്ടത്. സോ റോൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ ഇപ്പോൾ ചെയ്യുന്നത്, ആ കാര്യം എന്താക്കാം? നമുക്കൊരു എക്സ്പേർട്ട് ആക്കി മാറ്റാം. സോ നിങ്ങൾ ഏത് റോളിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളത്? എന്താ ചെയ്യുന്നുള്ളത്? മിസ്റ്റർ മലയിൽ FF എന്താ കറക്റ്റ് നെയിം വരുന്നുള്ളത്? മെയിൽ ഐ ഡിൻ്റെ നെയിം ആയിരിക്കാം അല്ലേ അത്? നിങ്ങളുടെ നെയിം എന്താ വരുന്നുള്ളത്? ഓഡിബിൾ ആണോ? 10th grade. ഓക്കെ, എന്താ നെയിം വരുന്നുള്ളത്? നാഫി. ഓക്കെ, നാഫി ഇപ്പോൾ 10th പഠിക്കുന്നത്. ഓക്കെ, സോ നാഫിക്ക് എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും? സോ നാഫി ഒരു സ്റ്റുഡൻ്റ് ആണെന്നുള്ള രീതിയിൽ പറയാം. 10th പഠിക്കുന്നത്. സോ SLC ആണ്. സോ എനിക്ക് എന്താണ്? എക്സാംസ് വരുന്നുണ്ട്. എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് പഠിക്കണം. അതിൽ എൻ്റെ മാത്സിലെ ടോപ്പിക് ഇതാണ് വരുന്നുള്ളത്. സോ ഈ മാത്സിൽ എനിക്ക് എന്താക്കണം? ഡീറ്റെയിൽ ആയിട്ട് ഫുൾ മാർക്ക് കിട്ടണം. സോ ഞാനിപ്പം ബാക്കിലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ മീഡിയത്തിലാണ്. എനിക്ക് ഒന്നുകൂടി അപ്ലിഫ്റ്റ് ചെയ്തിട്ട് എന്താക്കണം? ഒന്നുകൂടി അടിപൊളിയായിട്ട് പഠിക്കണം. അതിലുള്ള രീതിയിലാണ് എനിക്ക് ആൻസർ തരേണ്ടതെങ്കിൽ എന്താക്കും? ആ രീതിയിലാണ് എന്താക്കേണ്ടത്? നമ്മൾ പറയേണ്ടത്. ഇനിയിപ്പോൾ അതല്ല, ഒരു ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിക്കാൻ വിചാരിക്കാം. ഇപ്പം ഹിസ്റ്ററിയുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നാഫി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നാഫിക്ക് എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും? നാഫി കൊടുക്കാം ആക്ട് ആർ എൻ ഹിസ്റ്ററി ടീച്ചർ ആൻഡ് ഹിസ്റ്ററി ടീച്ചർ വിത്ത് 10 years ഓഫ് എക്സ്പീരിയൻസ്. സോ അത് പറഞ്ഞിട്ട് എന്താക്കുക? ആ ടോപ്പിക്ക് കൊടുത്തിട്ട് എഴുതി തരാൻ വേണ്ടി പറയാം. സോ ആ ടൈമിൽ ചാറ്റ് ജി പി ടി എന്താക്കും? നിൻ്റെ ടീച്ചർ, അല്ലെങ്കിൽ നാഫിയുടെ ടീച്ചർ തരുന്ന പോലെ തന്നെ ചാറ്റ് ജി പി ടി എന്താക്കും? ഒരു 10 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ പറഞ്ഞിരുന്ന പോലെ തന്നെ ആയിരിക്കും എന്താക്കുക? അവിടുന്ന് ചാറ്റ് ജി പി ടി റെസ്പോണ്ട് തരുന്നുണ്ടാവുക. നാഫി ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടുണ്ടോ? നാഫി ക്ലിയർ ആണോ? ഓഡിബിൾ ആണോ?
അല്ലേ? ഓൺലൈനല്ലേ? ഓക്കെ. യെസ്. ഓക്കെ. യെസ്. ക്ലിയർ ആണ്. ഓക്കെ. ഷുവർ. സോ ഫസ്റ്റിലത്തെ ടാസ്ക് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഒന്നാമത്തേത് റോൾ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. സോ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നാഫി ഐ തിങ്ക് ലെഫ്റ്റ് ആയിട്ടുണ്ടായെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നാഫി ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ജസ്റ്റ് ഒന്ന് അഥവാ അതായിട്ടില്ലെങ്കിൽ ഒന്ന് എന്താക്കിയാൽ മതി, ലാസ്റ്റിൽ ഒന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഓക്കെ. സോ സ്റ്റെപ്പ് 2 എന്താണ് സ്റ്റെപ്പ് 2 വരുന്നുള്ളത്? ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക്. ക്ലിയർലി ആർട്ടിക്കുലേറ്റ് വാട്ട് യു വാണ്ട് ദ എ ഐ ടു അച്ചീവ്. യൂസ് ആക്ഷൻ ഓറിയന്റഡ് വെർബ്. അനലൈസ്, ക്രിയേറ്റ്, സമ്മറൈസ്, ജനറേറ്റ്. ടെംപ്ലേറ്റ്. യുവർ ഗോൾ ഈസ് ടു സ്പെസിഫിക് ടാസ്ക് കൊടുക്കാം. എക്സാമ്പിൾ, യുവർ ഗോൾ ഈസ് ടു ഡ്രാഫ്റ്റിംഗ് ആൻ ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ടു പ്രൊമോട്ടിംഗ് എ ന്യൂ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും എന്താക്കേണ്ടത്, നമ്മൾ അടുത്തൊരു ഒബ്ജക്റ്റീവ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്ക് കൊടുക്കാം. സോ നമ്മൾ എന്താക്കി, ഒരു അസിസ്റ്റന്റിനെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു, നമ്മളൊരു റോൾ കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ടാസ്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. ചാറ്റ്ജിപിറ്റിയോട് പറയാം. ഓക്കെ, ചാറ്റ്ജിപിറ്റിയോട് പറയാം നമുക്ക് എന്താക്കാം, അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അനലൈസ്, ക്രിയേറ്റ്, സമ്മറൈസ്, കാറ്റഗറൈസ്, ജനറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കാം, നമുക്ക് എന്താക്കാം, ആർട്ടിക്കുലേറ്റ്, അല്ലെങ്കിൽ എന്താണോ ഇനി ചാറ്റ്ജിപിറ്റി ചെയ്യേണ്ടത്, ടാസ്ക് എന്താണ്. നമ്മൾ ഓൾറെഡി ഒരു റോൾ അസൈൻ ചെയ്ത് കൊടുത്തു, ഒരു അസിസ്റ്റന്റിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് എന്താണ് ടാസ്ക് എന്നുള്ളതാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നുള്ളത്. സോ എന്താ ടാസ്ക്? സോ എനിക്ക് ഞാനൊരു ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യാൻ ചെയ്യേണ്ടത്, ജനറേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത്, ആ കാര്യം എന്താക്കണം, ക്ലിയർ ആയിട്ട് എന്താക്കണം, ചാറ്റ്ജിപിറ്റിയോട് നമുക്ക് എന്താക്കാം, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ആദ്യം റോൾ കൊടുത്തു, ദെൻ അതിനുശേഷം നമ്മൾ പറയാൻ പോവാണ്, സോ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചാറ്റ്ജിപിറ്റി നീ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. സോ ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക്സ് എന്താക്കാം, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. സോ എനിക്ക് എന്താക്കണം, ഒരു ഇമെയിലാണ് എഴുതേണ്ടത്. സോ ഒബ്ജക്റ്റീവ് എന്താക്കുക, അതിനനുസരിച്ച് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. Yes, yes. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? 1 മിനിറ്റ്, സ്ക്രീൻ ഐ തിങ്ക് പോയിട്ടുണ്ട് തോന്നുന്നല്ലേ. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് 1 മിനിറ്റ് വെയിറ്റ്. ഇപ്പോൾ വരെ ചെറിയൊരു മിനിറ്റ്, 1 മിനിറ്റ്. ഹലോ, യാ, ഓക്കെ, ബാക്ക്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ? സ്റ്റെപ്പ് നമ്പർ 2 ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ? സോ ജസ്റ്റ് ഓ എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് ഓ എന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും. ഓ, ഓക്കെ, ഒരു ഓ മതി. ഓക്കെ, ഓ, ഓക്കെ, 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 യെസ്, യെസ്, യെസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, യെസ്, ഒരുപാട് ഓകൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സ്റ്റെപ്പ് നമ്പർ 3 ആണ്. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻ്റെ അസിസ്റ്റൻറ്റ് ഞാൻ എന്താക്കി, ഒരു റോൾ കൊടുത്തു. ദെൻ അതിനുശേഷം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഒരു ടാസ്ക് കൊടുത്തു. ദെൻ അതിനുശേഷം ഞാൻ പറയാൻ പോവാണ് പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ അറിയോ? കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ആർക്കെങ്കിലും? എന്താ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇൻഫർമേഷൻ. യെസ്, ഡീറ്റെയിൽസ്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എങ്ങനെ, ഈ കാര്യങ്ങൾ എന്താക്കണം, കറക്റ്റായിട്ട് ചാറ്റ്ജിപിറ്റിക്ക് പറഞ്ഞു കൊടുക്കണം. സോ നമ്മൾ എടുക്കാൻ പോകുന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ്, ഇതെന്താക്കണം, ക്ലിയർ ആയിട്ട് എന്താക്കണം, പറഞ്ഞ് ചാറ്റ്ജിപിറ്റിക്ക് കൊടുക്കണം. നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഒരു റോൾ എടുത്തു. അതിനുശേഷം നമ്മൾ എന്താക്കി, അതിന് നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്,
സോ എന്താ ചെയ്യേണ്ടത്, ടാസ്ക് കാര്യങ്ങൾ കൊടുത്തു. ദെൻ അതിനുശേഷം നമ്മൾ പറയാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. സോ ബാക്ക്ഗ്രൗണ്ട് ലുക്ക് ലൈക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ എന്താക്കണം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ആഡ് റെലവൻറ്റ് ഡീറ്റെയിൽസ് ഇൻ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇൻഫർമേഷൻ ബെറ്റർ ആക്യുറസി ഇൻക്ലൂഡിംഗ് ടാർഗറ്റ് ഓഡിയൻസ് യൂസ് കേസ് ആൻഡ് ഇൻഡസ്ട്രി സ്പെസിഫിക് ലൈക്ക് ഹിയർ ഇസ് ദ കോണ്ടെക്സ്റ്റ്. സോ എന്താ കോണ്ടെക്സ്റ്റ് എന്ന രീതിയിൽ കൊടുക്കാം. ഹിയർ ഇസ് ദ കോണ്ടെക്സ്റ്റ്, ദ പ്രോഡക്റ്റ് ഈസ് എ പ്രീമിയം ഇൻ സ്കാൻ സെനേരിയം ആൻഡ് എയിം ടു വുമൺ ഏജ് 25 and 30 ഹു വാല്യൂസ് ഇൻ സസ്റ്റൈനബിലിറ്റി. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് എന്നുള്ളത് എന്താക്കുക, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. സാർ യു ക്യാൻ പുട്ട് ദ സ്ലൈഡ് ഷോ ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, ഞാൻ എന്തായാലും സ്ലൈഡ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർ ആയോ? സോ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് എന്നുള്ളത് എന്താക്കുക, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. സോ നമ്മൾ ChatGPT എടുക്കുന്ന റെസ്പോൺസ് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ പോകുന്നുള്ളത്, അതെന്താക്കണം, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സോ ഞാനിപ്പോൾ റിസർച്ചും കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ എനിക്ക് എന്താക്കണം, എൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് എൻ്റെ ടോപ്പിക് ഇതാണ്, ഞാൻ ഇന്ന പർപ്പസിലേക്കാണ് ചെയ്യുന്നത്, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ പോകുന്നുള്ളത്. അസൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, സോ ടീച്ചർ എന്നോട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് കോളേജിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് എന്നുള്ള കോണ്ടെക്സ്റ്റ് എന്താക്കണം, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആണെങ്കിൽ, സോ എനിക്ക് ഇന്ന പ്രോഡക്റ്റ് ആണുള്ളത്, ഇന്ന ആളുകളിലേക്കാണ് എത്തിക്കേണ്ടത്, ഇതാണ് അവരുടെ ടാർഗറ്റ് ഓഡിയൻസ്, അവരിലേക്കാണ് ഇത് എത്തിക്കേണ്ടത്. സോ ഇന്ന പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കണം, ആ കോണ്ടെക്സ്റ്റ് എന്താക്കണം, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. എന്താണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് സിനാരിയിലാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എന്താക്കണം, കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആണോ? കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണോ? യെസ്. ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സി എന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് സി എന്ന് കമൻറ്റ് ചെയ്തേ, വേഗം എല്ലാവരും സി. യെസ്, ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. യെസ് യെസ് യെസ്, ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. സ്റ്റെപ്പ് നമ്പർ 4. എന്താ സ്റ്റെപ്പ് നമ്പർ 4? നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ റോൾ കൊടുത്തു, ദെൻ അതിനുശേഷം ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്കുകൾ കൊടുത്തു, ദെൻ അതിനുശേഷം കോണ്ടെക്സ്റ്റ് കൊടുത്തു. എന്താണ് സെറ്റ് കോൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസ്. നമ്മളടുത്ത് എന്താണ് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. സ്പെസിഫിക് ടോൺ, ലെങ്ത്, സ്റ്റൈൽ ആൻഡ് അതർ ഗൈഡ് ലൈൻസ്. സോ റിഫൈനിങ് ദ ഔട്ട്പുട്ട് ആൻഡ് യൂസ് മെഷറബിൾ ക്ലിയർ ഗൈഡ് ലൈൻസ്. സോ നമ്മൾ എന്തൊക്കെ കൊടുക്കാൻ പോകുന്നുള്ളത്, ഇനി എന്തൊക്കെ രീതിയിലാവണം നമുക്ക് എന്താക്കേണ്ടത്, ഗൈഡ് ലൈൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ പ്രൊഫഷണൽ ടോണിലായിരിക്കും തരേണ്ടത്, അല്ലെ ഫോർമലാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇൻഫോർമലാണ് വേണ്ടത്, ഇന്ന ഇത്ര ലൈൻസ് വേണം, അല്ലെങ്കിൽ ഇത്ര ലൈൻസ് വേണ്ട, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ളതാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കാം, നമുക്ക് ഇവിടെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. എനിക്ക് പ്രൊഫഷണൽ ടോണിൽ വേണം, സോ ഇൻട്രൊഡക്ഷൻ ഇത്ര വേണം, അല്ലെങ്കിൽ കൺക്ലൂഷൻ ഇത്ര വേണം, അല്ലെങ്കിൽ ടോട്ടൽ എന്താക്കണം, ഒരു 100 വേർഡ്സിലാണ് വേണ്ടത്, അതിൽ 20 വേർഡ്സ് എന്താക്കണം, എനിക്ക് ഇൻട്രൊഡക്ഷൻ വേണം, കൺക്ലൂഷൻ വേണം, ബോഡി വേണം, ടോപ്പിക് വേണം, അതിൽ ഇന്ന ടോപ്പിക് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് എന്താക്കണം, ടേബിൾ ഫോർമാറ്റിലേക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന ഈ ടേബിൾ ബേസ് ചെയ്തിട്ട് എനിക്ക് എന്താക്കണം, ഒരു ഗ്രാഫ് റെപ്രസെൻറ്റേഷൻസ് വേണം എന്നുള്ള രീതിയിൽ എന്താക്കണം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താക്കണം, ഈ ഗൈഡ് ലൈൻസ് ഫോർമാറ്റിൽ എന്താക്കണം, നമ്മൾ പറഞ്ഞ് കൊടുക്കണം. സോ ഇവിടെ ആയിരിക്കണം നമ്മൾ എന്താക്കേണ്ടത്, നമുക്ക് എത്ര വേർഡ്സിലാണ് റെസ്പോൺസ് വേണ്ടത് എന്നുള്ളത് എന്താക്കണം, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. സോ നമ്മൾ ഇത്ര വേർഡ്സിലാണ് റെസ്പോൺസ് പറയാൻ വേണ്ടതെന്ന് പറയാത്തിടത്തോളം കാലം ChatGPTക്ക് തോന്നുന്ന രീതിയിലുള്ള റെസ്പോൺസ് എടുത്തിട്ടായിരിക്കും എന്താക്കുക, ChatGPT നമുക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, ഈ ഗൈഡ് ലൈൻസ് ക്ലിയർ ആണോ? ഗൈഡ് ലൈൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? യെസ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് ജീന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, എന്താ ഡൗട്ട് ചെയ്യാ? ഇതിപ്പോ നമ്മള് ഇങ്ങനെ ഈ ഗൈഡ് ലൈൻസ് റൈറ്റിങ്ങിലല്ലാതെ ഇപ്പൊ സപ്പോസ് ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് വേണമെന്ന് പറയാൻ പറ്റുമോ? ലൈക്ക് എങ്ങനെ മനസ്സിലായില്ല? അതായത് ഫോർ റിസർച്ച് പർപ്പസ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്തിട്ട് ആ ഈ സ്റ്റൈലിലാണ് നമുക്കൊരു ആർട്ടിക്കിൾ വേണ്ടത് എന്ന് പറയാൻ പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടുമോ? യെസ്, നിങ്ങൾക്ക് മിസ്സിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ആർട്ടിക്കിളിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് എന്താക്കുക, പറയാൻ വേണ്ടി പറ്റും. API ഫോർമാറ്റിലാണ് ഇന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് എന്താക്കണം, ആ സാധനങ്ങൾ കറക്റ്റായിട്ട് എന്താക്കുക, ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും എന്താക്കുക, റെസ്പോൺസ് തരുന്നുണ്ടാവുക. താങ്ക് യു. ഓക്കെ, യെസ്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. യെസ്, എല്ലാവർക്കും ക്ലിയർ ആണ്. ജീന്ന് കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. യെസ്, സ്റ്റെപ്പ് നമ്പർ 5 ആണ്. ആരോ ഒരാൾ മൈക്ക് ഓപ്പൺ ആണല്ലോ. ഓഫ് അല്ലോ. യെസ്, ഓക്കെ, ക്ലിയർ. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 5 എന്താണ്, ഡിഫൈൻ ദ ഔട്ട്പുട്ട് ഫോർമാറ്റ്.
requesting the specific format of the output. Example, bullet points, paragraph, table, code, snippets. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എന്താക്കേണ്ടത് റെസ്പോൺസ് കിട്ടേണ്ടത് എന്താക്കണം കറക്റ്റായിട്ട് ChatGPTക്ക് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ബുള്ളറ്റ് പോയിന്റ്സ് വേണോ, അല്ലെങ്കിൽ ടേബിൾ ഫോർമാറ്റിലാണോ വേണ്ടത്, അല്ലെങ്കിൽ കോഡായിട്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ ഗ്രാഫ് ആയിട്ടാണോ വേണ്ടത്, പോയിന്റ് ആയിട്ടാണോ, ഷോർട്ട് പോയിന്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടാണോ, ലെറ്റർ ആയിട്ടാണോ, ഈ കാര്യം എന്താക്കണം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ടീച്ചർ പറയാണ് ഒരു 10 പേജിലാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 പേജ് എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താകും 10 പേജിൽ എഴുതി തരും. അത് നിങ്ങളൊരു മറ്റു കാര്യം ഇമെയിൽ ആണെങ്കിൽ ഷോർട്ടിലാണ് അല്ലെ ഇത്ര ലൈൻസിലാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും എന്താക്കുക റെസ്പോൺസ് തരുന്നുണ്ടാവുക. സോ നമുക്ക് എന്താക്കാം സ്പെസിഫിക് ഫോർമാറ്റ് എന്താക്കാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫോർമാറ്റ് ക്ലിയർ ആണല്ലോ? ഫോർമാറ്റ് Yes. ക്ലിയർ ആണെങ്കിൽ എഫ് എന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണോ എല്ലാവരും? യെസ്, സിമ്പിൾ ആണ്. സോ ഈ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്താക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ? യെസ് യെസ് യെസ്, ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ഒന്നുകൂടി? ഏതാ ഫോർമാറ്റിൻ്റെ ആണോ? ഇപ്പൊ പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു. ഓക്കെ, ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റെസ്പോൺസ് ഏത് ഫോർമാറ്റിലാണോ കിട്ടേണ്ടത് എന്താക്കണം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ലൈക്ക് അത് എന്താക്കുക ബുള്ളറ്റ് പോയിന്റ്സിലാണോ, അല്ലെങ്കിൽ പോയിന്റ്സ് ആണോ, പാരഗ്രാഫ് ആണോ, അല്ലെങ്കിൽ ടേബിൾ ആണോ, ഗ്രാഫ് ആണോ, അല്ലെങ്കിൽ ഏത് റെസ്പോൺസിലാണ് നിങ്ങൾക്ക് ആ ആൻസർ കിട്ടേണ്ടത്, ഇമെയിൽ ആണോ, ലെറ്റർ ആണോ, എന്താക്കണം കറക്റ്റായിട്ട് പറഞ്ഞ് കൊടുക്കണം. ക്ലിയർ ആണോ? താങ്ക് യു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, യെസ്, താങ്ക് യു. സോ ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് ഇൻക്ലൂഡിങ് എക്സാമ്പിൾസ്. സോ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എൻ്റെ കയ്യിലൊരു ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു മോഡലുണ്ട്. അത് മോഡൽ കൊടുത്തിട്ട് ChatGPTയോട് പറയാം ഹിയർ ഈസ് ദ എക്സാമ്പിൾ ഫോർ ദ ഇമെയിൽ സബ്ജക്ട് ലൈൻ. ലൈക്ക് എന്താണ്, എൻ്റെ കയ്യിലൊരു ഫോർമാറ്റ് അല്ലേ ഒരു മോഡലുണ്ട്, ഇതിനെ മോഡൽ അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ട് ഇതേ മോഡലാണ് എനിക്ക് എന്താക്കേണ്ടത് എൻ്റെ ഈ വർക്കും ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ എന്താക്കാം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താക്കും ഒരു ഫോർമാറ്റ് ഉണ്ടാവും, ആ ഫോർമാറ്റിലായിരിക്കും നമുക്ക് എന്താക്കേണ്ടി വർക്ക് ചെയ്യേണ്ടി വരിക. സോ അത് ഫോർമാറ്റ് കൊടുത്തിട്ട് ഈ രീതിയിൽ ചെയ്തു തരണം എന്താക്കുക ChatGPTയോട് നമുക്ക് എന്താക്കാൻ പറ്റും പറയാൻ വേണ്ടി പറ്റും. സോ കോംപ്ലക്സ് ടാസ്ക് ആയാലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ലൈക്ക് നമ്മൾ ഇതിലൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു മോഡൽ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് എന്താക്കുക ആ രീതിയിൽ റെസ്പോൺസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ChatGPTയോട് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 6 കാര്യങ്ങളും ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? Yes. യെസ്, ഓക്കെ, യെസ്. ഒന്നുകൂടിയും റിവൈസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്, നമ്മൾ റോൾ അസൈൻ ചെയ്ത് കൊടുക്കും, നമ്മളൊരു അസിസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ ആദ്യം എന്താക്കുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എന്താക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ദെൻ അതിനുശേഷം നമ്മളൊരു ഒബ്ജക്റ്റീവ് ടാസ്ക് കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ ആ കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നു, ദെൻ അതിനുശേഷം നമ്മൾ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു, ദെൻ ഏത് രീതിയിലാണ് റെസ്പോണ്ട് വേണ്ടത്, എന്ത് എക്സാമ്പിൾസ് എന്ത് രീതിയിലാണ് വേണ്ടതെന്നുള്ളത് എന്താക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഈ രീതിയിലാണ് നമ്മൾ ChatGPTയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടുമോ? യെസ് യെസ് യെസ്. കിട്ടും, ഉറപ്പല്ലേ? ഈ രീതിയിലായിരുന്നു നമ്മൾ ഇതുവരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. No. ചോദിച്ചിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് എന്താക്കും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു 1 ലൈനിലായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻസ് എന്താക്കിയിട്ടുണ്ടാവുക മാക്സിമം നമ്മൾ ചോദിച്ചിട്ടുണ്ടാവുക. ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമിൽ ChatGPTക്ക് യാതൊരുവിധ ഡൗട്ട്സും എന്താക്കാൻ പാടില്ല, നമ്മളുടെ ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനായിട്ട് ഉണ്ടാവാൻ പാടില്ല. സോ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളുടെ ചോദ്യം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചോദ്യത്തിന് ChatGPT യാതൊരുവിധ ഡൗട്ട്സും എന്താക്കാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്താക്കേണ്ടത് റെസ്പോൺസ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും ഏരിയ റിപ്പീറ്റ് ചെയ്യണോ? സോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോംപ്റ്റിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എന്താക്കും ഇതിൻ്റെ ഫയൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നാളേക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റിങ്ങിൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്രോംപ്റ്റും ആൻഡ് ആ റിസൾട്ടും എനിക്ക് എന്താക്കണം ഷെയർ ചെയ്ത് തരണം. നിങ്ങൾക്ക് അതിനുള്ള ഗൂഗിൾ ഫോം ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രോംപ്റ്റിലേക്ക് എന്താക്കുക, മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോംപ്റ്റ് ഉണ്ടായല്ലോ, അതേ പ്രോംപ്റ്റിലേക്ക് എന്താക്കുക ആ പ്രോംപ്റ്റ് അല്ലെങ്കിൽ ആ കൊടുത്ത സ്ഥലത്തേക്ക് അതിൻ്റെ എന്താക്കുക ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കുക. ആൻഡ് അതിൽ നിന്ന് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോംപ്റ്റും ആ കിട്ടിയ റെസ്പോൺസ് എന്താക്കുക ഗൂഗിൾ ഫോമിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? Yes. ഓക്കെ, യെസ്. സോ നിങ്ങൾക്ക് എന്താക്കാം ഇപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം ലൈവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ChatGPT സംതിങ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് പോകാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നതാണോ ബെറ്റർ?
ഏതാ ചെയ്യേണ്ടേ? ഞാൻ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോട് കംപ്ലീറ്റ് ചെയ്യട്ടെ? നിങ്ങൾ എന്താക്കിയാൽ മതി, ട്രൈ ഔട്ട് ചെയ്തിട്ട് ഡൗട്ട്സ് വരികയാണെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നാളത്തെ നമുക്ക് എന്താക്കാം, ബാക്കി ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, യെസ്, ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, താങ്ക് യു. സോ അഡ്വാൻസ് ടെക്നിക്സ് ഓഫ് ചെയിൻ ഓഫ് തോട്ട് പ്രോംപ്റ്റ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് വരുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് എന്താക്കാം, നമുക്ക് നോക്കാം. ഐ തിങ്ക് ഇതിൻ്റെ അഡ്വാൻസ് കാര്യങ്ങൾ നാളെ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയുന്നതായിരിക്കില്ല ബെറ്റർ വരുന്നുള്ളത്. ഇപ്പം ഞാൻ അതുകൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതായിരിക്കും തോന്നുന്നു ബെറ്റർ. ഞാനിപ്പം മറ്റു കുറച്ചുകൂടിയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഐ തിങ്ക് അതിപ്പം ഷെയർ ചെയ്യാത്തതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സിലേക്ക് പോകാത്തതായിരിക്കും ബെറ്റർ. ഓക്കെ, യെസ്. സോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എനിവൺ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണ്. യെസ്. സോ അതിന് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ആസ്ക് ചെയ്യാം. ഞാൻ എന്താക്കാം, ബാക്കി കാര്യങ്ങൾ നാളെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സെറ്റാണോ? ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, എനിവൺ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ സംതിങ് ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ചോദിക്കാം. ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ ചെയ്യേണ്ട ടാസ്ക് എന്നാണെന്നൂടെ ഒന്ന് പറഞ്ഞു. ഓക്കെ, അതായത് നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോംപ്റ്റ് എന്താക്കുക, ഞാൻ ഈ പ്രോംപ്റ്റിൻ്റെ ടെക്നിക്ക് ബുക്ക് ഞാൻ എന്താക്കും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. സോ നിങ്ങൾ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോംപ്റ്റിലേക്ക് എന്താക്കുക, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ പ്രോംപ്റ്റും, അതായത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രോംപ്റ്റും ഇവിടുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പഠിച്ചിട്ടുള്ള പ്രോംപ്റ്റും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസും എന്താക്കുക എനിക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കുക, അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താലും മതി. ഓക്കെ, ഓക്കെ എല്ലാവരും ഓക്കെ ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ലിങ്കിലും അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മുടെ ടീം നിങ്ങൾക്ക് എന്താക്കും, ആ ഗൂഗിൾ ഫോം ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇന്നലത്തെ ടാസ്ക് ആരെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് 12 മുന്നേ തന്നെ എന്താക്കുക, ചെയ്യുക. നോ 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 ഇതിന് പ്ലസ് ഒന്നും വേണ്ട, ഇതിന് ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ വേർഷനിൽ യൂസ് ചെയ്യാം. സോ ഇത് ChatGPT മാത്രമല്ല പ്രോംപ്റ്റിംഗ് ടെക്നിക്സ് അല്ല, ഏത് AI ടൂൾസ് യൂസ് ചെയ്യുകയാണെങ്കിലും ഇതേ ഫോർമാറ്റിലായിരിക്കണം എന്താക്കേണ്ടത്, നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിന് Sir. ബാക്കി അഡ്വാൻസ് യെസ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പേ ചെയ്ത ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം സാറ് ചെയ്ത തന്ന എന്താണ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് പുതിയൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ചെയ്യാം. അല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ടോപ്പിക് എടുത്തിട്ട് അത് വെച്ചിട്ടും എന്താക്കാം, ക്രിയേറ്റ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ, പ്ലസ് എടുക്കേണ്ട ആവശ്യമില്ല. നോ 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 ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താക്കാം, ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആരെങ്കിലും പ്ലസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് മുന്നേ ചോദിച്ചിട്ട് മാത്രം എന്താക്കുക, എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതൊക്കെ ഫ്രീയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ സെക്കൻഡ് ടാസ്ക് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പ്രോംപ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുക്കുക. ആ പ്രോംപ്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് ആ പ്രോംപ്റ്റും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസും എന്താക്കുക, എനിക്ക് ഷെയർ ചെയ്യുക. ആ എഡിറ്റ് ഓപ്ഷൻ കാണിക്കുന്നില്ല അല്ലെ? ഏതോ എഡിറ്റ് ഓപ്ഷനാണ് കാണിക്കാത്തത്? സോ ഇന്നലത്തെ സെക്കൻഡ് ടാസ്ക് ഒന്നുകൂടി പറയാവുന്ന. ഇന്നലത്തെ എന്തൊക്കെ ടാസ്കുകളെയും തന്നിട്ടുണ്ടായിരുന്നത്? ഒന്ന് നമ്മളെക്കുറിച്ച് ഒരു അബൌട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടാസ്ക് ഐ തിങ്ക് കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വേണ്ടി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആ ഒരു ഓപ്ഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുന്നില്ല, ഡൗട്ട് ആക്കുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ ഷെയർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും, ജസ്റ്റ് ഒരു ഫൺ ടോക്ക് സംതിങ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സജഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കെങ്കിലും? ഞാനന്ന് ഒന്നാമത് കുറച്ച് ട്രാവൽ ചെയ്തുകൊണ്ടും അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ ഡ്രൈവിങ്ങും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നേരത്തിലധികം കൂടുതൽ ടോക്കും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ കുറച്ച് സൗണ്ട് ഇതാവുന്നുണ്ട്. ഓക്കെ,
ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. ഓക്കെ. ആരും ഉറങ്ങുന്നൊന്നുമില്ലല്ലോ, ഞാൻ ആരെയും പേര് വിളിക്കണ്ടല്ലോ. കുറേ കമൻസ് വരുന്നുണ്ടല്ലോ, ഞാൻ വായിക്കാം. സാർ ഇന്നലത്തെ ടോപ്പിക് ഒന്ന് ജസ്റ്റ് പറയൂ. ആൻഡ് ടാസ്ക് ടേക്ക് റെസ്റ്റ് സാർ. ഓക്കെ ഷുവർ. നാളത്തെ ടോപ്പിക് വരുന്നുണ്ടാവാം. നമ്മൾ എന്താക്കും, ChatGPT ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്താക്കും, അതിൽ കസ്റ്റം GPT ക്രിയേഷൻസും അതേപോലെ തന്നെ പ്രോംപ്റ്റിംഗ് ടെക്നിക്സും മറ്റ് അഡ്വാൻസ്ഡ് സാധനങ്ങളൊക്കെ ആയിരിക്കും എന്താക്കുക, യൂസ് ചെയ്യുന്നുണ്ടാവുക. എങ്ങനെയാണ് നമുക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന സ്പെസിഫിക് GPTകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ എന്താക്കാം നമുക്ക് പഠിക്കാം. ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടോ? യെസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. ഞാൻ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഐ തിങ്ക് ഒരു 4 ഇയർ ബാക്ക്. സോ അന്ന് മുതലേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഡിസൈനിങ്ങും ഉണ്ട്. ഓക്കെ, നോ പ്രോബ്ലം, ലെറ്റ്സ് കണ്ടിന്യൂ. താങ്ക് യു. കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല സാർ. കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ ഫോണാണോ യൂസ് ചെയ്യുന്നുള്ളത്? ഫോണാണെന്നുണ്ടെങ്കിൽ മുകളിലായി, സോ നിങ്ങൾ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പ്രൊഫൈൽ കാണാം. സോ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, അവിടെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ എന്താക്കാം, ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. ചെക്കൗട്ട് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. സ്റ്റെപ്പ് 3 ജസ്റ്റ് ഒന്ന് പറയാം. ഏത് സ്റ്റെപ്പാ? ഓക്കെ, ഇന്നത്തെ സ്റ്റെപ്പ് 3 ആണോ? ഷെയർ ചെയ്യാം. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോണ്ടെക്സ്റ്റ് ആണ്. അതായത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എങ്ങനെ എന്നുള്ളത് എന്താക്കുക, ChatGPTക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എന്താക്കേണ്ടത്, കോണ്ടെക്സ്റ്റിലൂടെ ശ്രദ്ധിക്കേണ്ടത്. സോ ഹിയർ ഈസ് ദ കോണ്ടെക്സ്റ്റ്. ദ പ്രൊഡക്റ്റ് ഇറ്റ് പ്രീമിയം സിൻസ്കെയർ സെനേരിയം ആൻഡ് എയിം ടു വുമൺ ഏജ്ഡ് 25 to 40 ആൻഡ് ഹു വാല്യൂ സസ്റ്റൈനബിലിറ്റി. സോ ഇന്ന സിനാരിയോ ഉള്ള ഇന്ന ആൾക്കാരിലേക്കാണ്, അല്ലെങ്കിൽ ഈ ടാർഗറ്റ് ഓഡിയൻസിലേക്കാണ് ഞാൻ എന്താക്കാൻ പോകുന്നുള്ളത്, എൻ്റെ പ്രീമിയം സെൻസ്കെയർ പ്രോഡക്റ്റ് ഞാൻ സസ്റ്റൈനബിലിറ്റി ആവശ്യമുള്ള ആൾക്കാരിലേക്കാണ് ഞാൻ എന്താക്കാൻ പോകുന്നുള്ളത്, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. അതേപോലെ നമ്മളുടെ സിനാരിയോ എന്താണോ അത് എന്താക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എങ്ങനെ എന്നുള്ള കാര്യം എന്താക്കുക, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇതാണ് സ്റ്റെപ്പ് 3യിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഓക്കെ. പ്രോംപ്റ്റ് ലൈവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ, യെസ്. ഓക്കെ, ഞാൻ എന്തായാലും നാളത്തേതിൽ അതിലേക്ക് എന്താക്കും, ക്രിയേറ്റ് ചെയ്ത് തരും. ഇന്ന് ഞാൻ കാണിച്ചെന്താ, നിങ്ങൾ അതേപോലെ തന്നെ എന്താക്കും, ചെയ്തിട്ട് അയക്കും. അതിന് മുന്നായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് എന്താക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, റെസ്പോൺസ് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് എന്താക്കുക, നമുക്ക് നാളെ ട്രൈ ഔട്ട് ചെയ്യാം. അതാണ് ബെറ്റർ. സോ ജസ്റ്റ് ഒറ്റ പ്രോംപ്റ്റ് മാത്രം കൊടുത്തു നോക്കാതെ എന്താക്കുക, 1 2 3 പ്രോംപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് എന്താക്കുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റെസ്പോൺസ് കിട്ടുന്നുണ്ടാവില്ല. സോ അതിനാദ്യം എന്താക്കുക, 1 2 3 പ്രോംപ്റ്റ് കൊടുത്തിട്ട് പഠിച്ചിട്ട് വേണം എന്താക്കുക, റെസ്പോൺസ് ചെയ്യേണ്ടത്. സോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താലും മതി. ഓക്കെ, എന്തായാലും എല്ലാവരും ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക. ഞാൻ അതേപോലെ തന്നെ ഷീറ്റിലും ഫോമിലും അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതിലുള്ള 3 ക്ലാസ്സിലും എല്ലാവരും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. കുറച്ച് പേര് പിന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. സോ അവർക്കാണ് ഐ തിങ്ക് കയറാൻ പറ്റാതിരുന്നിട്ടുള്ളത്. അവർ റെക്കോർഡും ഫോളോ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അറൗണ്ട് നമ്മൾ ഇതിൽ ബാച്ചിൽ 30+ സ്റ്റുഡൻസ് ഉണ്ട്. സോ അതിൽ 24 സംതിങ് ലൈവായിട്ട് തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് പേർക്ക് സം ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അവർ നമ്മളോട് കണക്ട് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ടൈമിൻ്റെ കേസ് കുറച്ച് പേര് കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ മുന്നേ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ ഒന്നാമത് ട്രാവലിംഗ് ഇത് ചെയ്തുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ മൂവ് ഓൺ ചെയ്യാതിരുന്നത്. അടുത്ത സെഷൻസ് മുതൽ എന്താക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഷുവർ. ഓക്കെ. ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാണോ, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടാ ഫുഡ് കാര്യങ്ങളൊക്കെ? ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, യെസ് ശകലം, യെസ് പിന്നെ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്താക്കുക, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട്, ഓക്കെ, ക്ലാസ് കേട്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്നവരും ഉണ്ടാവും അല്ലേ? ഈ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ എന്ത് ചെയ്താലും ഞാൻ ഇവിടുന്ന് അറിയുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാ ഉടായിപ്പും നടക്കുകയും ചെയ്യും. അങ്ങനെ ഉടായിപ്പുള്ളവരുണ്ടോ?
ബാക്കിൽ ഫുഡ് കഴിച്ച് കേൾക്കുന്നവരും ക്ലാസ്സിന് മുന്നേ കഴിച്ചു. ഓക്കെ. നമ്മൾ പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവും എന്തൊക്കെ ഉടായ്പ് വരും എന്നുള്ളത്. ഓക്കെ.